നമുക്ക് ജനിക്കുന്ന കുട്ടികളും നേരത്തെ നിശ്ചയിച്ചതാണോ? അപ്പോൾ അമ്മയുടെ കഴിഞ്ഞ ജന്മം അമ്മയ്ക്ക് അറിയാമോ? അറിയാം, എല്ലാ ജന്മങ്ങളും അറിയാം. ഈ കാലങ്ങൾ ആദ്യം മുതലേ എടുത്ത എല്ലാ ജന്മങ്ങളും. അതാ നിങ്ങളിപ്പോൾ സിനിമ പിടിക്കുന്ന പോലെ എല്ലാം എൻ്റെ കണ്ണിൽ എൻ്റെ മുന്നിലുണ്ട്. ധൂമവതി എന്ന് പറഞ്ഞിട്ടൊരു ശക്തിയെ പറയുന്നത് മുത്തശ്ശി രൂപിണിയാണ് അല്ലേ. കയ്യിൽ എന്താണ് മുറവും ചൂലുമാണ്. അപ്പോൾ ആ സമയത്തിന് വേണ്ടി അമ്മ കാത്തിരിക്കുകയാണോ ഈ നാടൊന്ന് വൃത്തിയാക്കാൻ? തമ്പുരാൻ എന്താണോ ഉദ്ദേശിക്കുന്നത് അതിനനുസരിച്ചിട്ട് പ്രവർത്തിക്കുക. അന്ന് മുതൽ അവർ ദേവാലയം കെട്ടി അവിടെ ഇരുത്തി പല കാര്യങ്ങളും അവർ നമുക്കൊരു ദേവാലയം ഉണ്ടായിരുന്നു. ഉണ്ടായിരുന്നു. 10 ലക്ഷം രൂപ കൊടുത്ത് എന്താ കുണ്ടലിനി ഉണർത്താൻ പോയി. കുണ്ടലിനി ഉണർത്താൻ 10 ലക്ഷം രൂപ, 5 ലക്ഷം രൂപ. എന്നിട്ട് ഇവിടെ കൊണ്ടുവന്നു. ആ 2 കുട്ടികൾക്ക് ബോധം നശിച്ചു. ഈ ജന്മത്തിൽ 17 വയസ്സിൽ തുടങ്ങുന്നത് എന്ന് കഴിഞ്ഞ ജന്മമല്ല ഉണ്ണി, ജന്മജന്മാന്തരങ്ങൾ എടുത്തു. അനേക ജന്മങ്ങൾ ഇതോടുകൂടി നിർത്താമെന്ന് ഉദ്ദേശിക്കുന്നു. ജന്മജന്മാന്തരങ്ങൾ എടുത്തിട്ടും കാര്യങ്ങളൊന്നും അങ്ങോട്ട് പൂർണ്ണതയിലെത്തിയില്ല. പക്ഷെ അമ്മയെ പരീക്ഷിക്കാൻ വേണ്ടി അല്ലെങ്കിൽ പഠിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് പേര് വരുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. അപ്പൊ അതെന്തിനു വേണ്ടിയിട്ടായിരിക്കും? എല്ലാവരിലും ദൈവമുണ്ടെങ്കിൽ ഇപ്പോൾ അമ്മയുടെ അടുത്തേക്ക് മാത്രം ആളുകൾ വരുന്നു, അമ്മയുടെ അടുത്ത് പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടി വരുന്നു. അതെന്തുകൊണ്ടാണ്? അതാ നേരത്തെ പറഞ്ഞു, സ്വയം പരിഹരിക്കാൻ പറ്റാതെ വരുമ്പോഴാണല്ലോ മറ്റൊരാളെ. ഇപ്പോൾ ഒരു അസുഖം വന്നു, അവർ വീട്ടിൽ എന്തെങ്കിലും ഒരു മരുന്ന് കൊടുത്തു, അത് സുഖമില്ല, മാറാതെ വരുമ്പോൾ അതിൻ്റെ സ്പെഷ്യലിസ്റ്റിൻ്റെ അടുത്തേക്ക് പോകും അല്ലേ. ആ സ്പെഷ്യലിസ്റ്റ് കുറച്ചും കൂടെ പഠിച്ചു വെച്ചിട്ടുണ്ടെന്നുള്ള ബോധത്തോടു കൂടിയാണല്ലോ അങ്ങോട്ട് പോവുക. ആ സ്പെഷ്യലിസ്റ്റ് നോക്കിയിട്ട് അദ്ദേഹത്തിന് അതിൽ കാണുന്ന രോഗത്തിന് മരുന്ന് കൊടുത്തിട്ട് അത് മാറ്റിയെടുക്കും എന്ന് പറഞ്ഞതുപോലെയാണ്. കുഞ്ഞു പറഞ്ഞാൽ എല്ലാവരിലും ദൈവികതയുണ്ട്. പക്ഷെ അത് ഓരോരുത്തരിലും ഇന്ന അളവിൽ നിന്ന് സൃഷ്ടാവ് ചിന്തിച്ചിട്ടുണ്ടാവുമല്ലോ, അതുകൊണ്ടാണ്. പക്ഷെ ഇന്നത്തെ കാലത്ത് ഏറ്റവും കൂടുതലും തട്ടിപ്പും അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങൾ നടക്കുന്ന ഒരു കാര്യമാണ് ആത്മീയത എന്ന് പറയുന്നത്. ഉണ്ണി, ആ ഒരു കാര്യം ഇവിടെ വരുന്നവർ പറയുന്ന മാത്രമല്ല, അമ്മ അത് കണ്ടും കേട്ടും അറിഞ്ഞും ഒരു നിമിഷം നേത്രങ്ങളെ അടയ്ക്കാൻ പറ്റുന്നില്ല. കാരണം അത്രയ്ക്ക് മാത്രം ഈ കാലം, കലിയുഗത്തിൻ്റെ അവസാനം മുൻപേ ഉള്ള നല്ല കവികൾ പറഞ്ഞിരിക്കുന്ന മാതിരി ഉദരനിമിത്തം ബഹിർത വേഷം, അത് തന്നെ അമ്മയ്ക്ക് പറയാനുള്ളൂ. ഒരാളെ നശിപ്പിച്ചിട്ട് മറ്റൊരാൾ തൽക്കാലത്തേക്ക് ഉയരുന്നേ ഉള്ളൂ. അവർ സ്ഥിരമായിട്ട് ആ ഉയർച്ചയില്ല. കാരണം മറ്റേ ആൾക്ക് ബോധം വരുമല്ലോ. ആ ബോധം വരുമ്പോൾ എന്നെ ചതിച്ചിട്ടാണ് ഇയാൾ ഇങ്ങനെ നേടുന്നതെന്ന് വരുമ്പോൾ അവരത് നിർത്തും. ദൈവികത അങ്ങനെയാ. ക്ഷേത്രങ്ങളിലൊക്കെ ആയിട്ടുള്ളവരെല്ലാവരും അങ്ങനെയാണല്ലോ. ഇപ്പോൾ അമ്മയെ തന്നെ പരിചയപ്പെടുന്ന ഒരു ടീച്ചറാണ്. പിന്നീട് അമ്മയുടെ മകള് ഒരു അത്യാവശ്യം ഉയർന്ന തലത്തിൽ നിൽക്കുന്ന ഒരു ഉദ്യോഗസ്ഥയാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള വിഷയങ്ങൾ, ഇപ്പോൾ ശാസ്ത്രം നമ്മൾ പലപ്പോഴും നോക്കും. അപ്പോൾ ഇവരെല്ലാം വിശ്വസിക്കുന്നത് ഈ ശാസ്ത്രത്തിന് അതീതമായതുകൊണ്ടാണോ? കാരണം അവർ കണ്ടിരിക്കുന്ന അമ്മയിലുള്ള ഓരോ വ്യത്യാസങ്ങൾ, അമ്മ ഒരു കാര്യം പറഞ്ഞാൽ പറഞ്ഞതുപോലെ ചെയ്യും, ചെയ്യുന്നതേ പറയും, അരുതാത്തത് പറയില്ല. കഴിയുന്നതല്ലേ നമ്മൾ, ഒരാൾക്ക് കഴിയുന്നത് ചെയ്യും. ആ കഴിവിൻ്റെ അപ്പുറത്ത് വരുമ്പോഴാണ് നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ തേടിപ്പോകുന്നത്. അപ്പോൾ എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന, എൻ്റെ സൃഷ്ടാവ് എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ചില ജോലികളുണ്ട്. ആ ജോലികൾ ഒന്ന് ചെയ്യണം എന്നുള്ളതുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയിൽ വരുന്നതാണ് ഇങ്ങനത്തെ വലിയ ദിവ്യന്മാരായിട്ടുള്ള ഒത്തിരി പേര് വരുന്നത്. അവരുടെ ദിവ്യത്വം ഇവിടെ വരുമ്പോൾ എന്നിലെത്തുമ്പോഴത്തേക്കും അവർ സ്വയം സമ്മതിക്കുന്നുണ്ട്, അയ്യോ ഞങ്ങളുടേതൊന്നും അല്ല, അപ്പോൾ ഇതിൽ കൂടുതൽ പഠിക്കാനുണ്ടെന്ന്. പഠിക്കുക, അറിയുക, മനസ്സിലാക്കുക, സ്വയം തിരിച്ചറിയുക, അതൊക്കെയാണല്ലോ ഒരു മനുഷ്യത്വമായാലും ശരി, ദൈവികതയായാലും ശരി. ഇത് കഴിഞ്ഞ ജന്മത്തിൻ്റെ ശക്തികളാണോ അല്ലെങ്കിൽ അതിൻ്റെ ബാക്കി പത്രമാണോ? ഇപ്പോൾ നേരത്തെ പറഞ്ഞു കഴിഞ്ഞ ജന്മത്തിൽ 17 വയസ്സിൽ നിന്നു പോയതാണ് ഈ ജന്മത്തിൽ 17 വയസ്സിൽ തുടങ്ങുന്നത് എന്ന്. ഇത് കഴിഞ്ഞ ജന്മമല്ല ഉണ്ണി, ജന്മജന്മാന്തരങ്ങൾ എടുത്തു. അനേക ജന്മങ്ങൾ ഇതോടുകൂടി നിർത്താമെന്ന് ഉദ്ദേശിക്കുന്നു. ജന്മജന്മാന്തരങ്ങൾ എടുത്തിട്ടും കാര്യങ്ങളൊന്നും അങ്ങോട്ട് പൂർണ്ണതയിലെത്തിയില്ല. അപ്പോൾ അതിനൊന്ന് പൂർണ്ണതയിലെത്തിക്കേണ്ടി വരും. ഇപ്പോൾ കുഞ്ഞ് തന്നെ ജനിച്ചാൽ ദൈവികത എഴുതി വെച്ചിട്ടുണ്ടാവും, അദ്ദേഹത്തിന് ഇത്ര സന്തതികൾ വേണം, അവരെ എത്രത്തോളം വളർത്തി അദ്ദേഹം ഇന്ന രീതിയിലെത്തണം എന്ന് തമ്പുരാൻ്റെ തിരുവെഴുത്ത് നേരത്തെ ഉള്ളതാണ്.
നമ്മളൊക്കെ പുനർജനിച്ചുകൊണ്ടേയിരിക്കുകയാണ് ഓരോ ആത്മാവും. നമുക്ക് ജനിക്കുന്ന കുട്ടികളും നേരത്തെ നിശ്ചയിച്ചതാണോ? ഉവ്വ, ഇത് എത്ര ജന്മങ്ങളായാലും അതൊക്കെ പണ്ടേ നിശ്ചയിച്ചു വെച്ചതാണ്. ഇന്ന കുട്ടിയായിരിക്കും നിങ്ങൾക്ക് പ്രപഞ്ചം എന്ന് ജനിക്കാൻ പറയുന്നത് പോകുന്നത്. ഒരു വലിയ പുസ്തകമാണ്. ആ പുസ്തകത്തിൽ ഓരോ അണുവിൻ്റെയും ഓരോരോ കോശത്തിൻ്റെയും തിരുവെഴുത്ത് അവിടെ ഉണ്ട്. അതിന് പ്രകാരം നടക്കുക ഭൂമിയിൽ. അപ്പോൾ അമ്മയുടെ കഴിഞ്ഞ ജന്മം അമ്മയ്ക്ക് അറിയാമോ? അറിയാം, എല്ലാ ജന്മങ്ങളും അറിയാം. ഈ കാലങ്ങൾ ആദ്യം മൂലം എടുത്ത എല്ലാ ജന്മങ്ങളും. അതാ നിങ്ങളിപ്പോൾ സിനിമ പിടിക്കുന്ന പോലെ എല്ലാം എൻ്റെ കണ്ണിൽ, എൻ്റെ മുന്നിലുണ്ട്. അപ്പോൾ കഴിഞ്ഞ ജന്മം എങ്ങനെയായിരുന്നു ആ 17 വയസ്സ് വരെ? അതിപ്പോഴല്ല, നൂറ്റാണ്ടുകൾക്ക് മുമ്പ്, 5000 വർഷങ്ങൾക്ക് മുമ്പാണ്. അതിൻ്റെ ചരിത്രങ്ങളിൽ പോയാൽ ഒത്തിരി ഉണ്ട്. അപ്പോൾ അതിൽ നിന്ന് തുടങ്ങി അങ്ങനെ പോയി കഴിഞ്ഞാൽ നിങ്ങൾ ചുരുക്കത്തിൽ അമ്മ ഒന്ന് ചൊല്ലിത്തരാം. ആദിശക്തി, ഇപ്പോൾ എല്ലാവരും പറഞ്ഞ് ആദി പരാശക്തിയായി. അപ്പം ആദിയിലൊരു ശക്തി രൂപം കൊണ്ടുകഴിഞ്ഞാൽ അത് പിന്നെ പരാശക്തി എന്ന് പറയുമ്പോൾ പരം അനേകം, അല്ലേ? മലയാളത്തിലായാലും സംസ്കൃതത്തിലായാലും പരം അനേകമായി. അപ്പോൾ ആദിശക്തി ഒന്നായിരിക്കും. ഒരമ്മ ആദ്യം ജനിച്ചാലല്ലേ അമ്മയിൽ നിന്ന് അനേകം സന്താനങ്ങൾ ജനിക്കുകയുള്ളൂ. അത് കഴിഞ്ഞ് ആ അനേകം സന്താനങ്ങൾ ജനിച്ചു കഴിഞ്ഞിട്ടും ലോകം നന്നായില്ല എന്ന് വരുമ്പോഴത്തേക്ക് അനേക സന്താനങ്ങൾ ഒത്തുകൂടി ഒരൊറ്റ ആളായിട്ട് വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ കാര്യങ്ങളൊക്കെ ഒന്ന് സോൾവ് ചെയ്തെടുക്കാൻ പറ്റുമായിരിക്കും. അങ്ങനെയല്ലേ ദൈവീകത എന്ന് പറയുന്നത്, ഈശ്വരീയത. അങ്ങനെയും സംഭവിക്കാം, അല്ലേ? അങ്ങനെയും സംഭവിക്കാമല്ലോ. ദേവിയുടെ 10 മഹാവിദ്യകളിൽ പറയുന്നുണ്ട്. ധൂമവതി എന്ന് പറയുന്നിട്ടൊരു ശക്തിയെ പറയുന്നുണ്ട്. മുത്തശ്ശി രൂപിണിയാണ്, അല്ലേ? കയ്യിൽ എന്താണ്? മുറവും ചൂലുമാണ്. ദൈവിക ശക്തിക്ക് ഏറ്റവും നിഷിദ്ധമായ കാര്യമാണ് ചൂല്. കാരണം അത് അശുദ്ധിയെ അടിച്ചു മാറ്റുന്ന കാര്യമാണ്. അപ്പം മുറവും ചൂലും എന്തിനെ പ്രതിനിധീകരിക്കുന്നു? സാധാരണ ഒരു വീട്ടിലെ മുത്തശ്ശി മുറവും ചൂലും എടുത്ത് പുറത്തിറങ്ങി കഴിഞ്ഞാൽ എന്തായിരിക്കും ചെയ്യുക? വീട് വൃത്തിയാക്കാൻ, വീട് പരിസരമൊക്കെ വൃത്തിയാക്കാൻ. അപ്പം അതുപോലെ വൃത്തിയാക്കാൻ ഒരു അമ്മ ഉണ്ടാവുമല്ലോ ലോകത്തിൽ. എല്ലാം ഒന്ന് അടിച്ചു വാരി ക്ലീൻ ചെയ്യാൻ അതിൻ്റെ ഉള്ള സമയമൊക്കെ ആയില്ലേ? ആയി. അപ്പോൾ ആ സമയത്തിന് വേണ്ടി അമ്മ കാത്തിരിക്കുകയാണോ ഈ നാടൊന്ന് വൃത്തിയാക്കാൻ? തമ്പുരാൻ എന്താണോ ഉദ്ദേശിക്കുന്നത് അതിനനുസരിച്ചിട്ട് പ്രവർത്തിക്കുക. ഒരു ഉപകരണം മാത്രം എന്നുള്ളതേ ഉള്ളൂ. പിന്നെ നല്ലത് ചൊല്ലിക്കൊടുക്കുക കുഞ്ഞുങ്ങൾക്ക്. ഈ സോഷ്യൽ മീഡിയയിലേക്ക് ഇറങ്ങി വരാൻ ആഗ്രഹിച്ചതല്ല. നേരത്തെ പറഞ്ഞ പോലെ ടീച്ചർമാർ കുറേ പേരുണ്ട് എൻ്റെ കുട്ടികളായിട്ട്. ടീച്ചർമാരെന്നല്ല, PhD എടുത്ത ഒത്തിരി പേരുമുണ്ട്. അവരൊക്കെ നിരന്തരം ഇപ്പോൾ ഇത്രയും വർഷങ്ങളായി, 2004 അമ്മ പൂർണ്ണതയിലെത്തി, അമ്മയുടെ ദിവ്യത്വം പൂർണ്ണതയിലാകുന്നത്. അന്ന് മുതൽ അവർ ദേവാലയം കെട്ടി അവിടെ ഇരുത്തി പല കാര്യങ്ങളും അവർ നമുക്കൊരു ദേവാലയം ഉണ്ടായിരുന്നു. ഉണ്ടായിരുന്നു. അതായത് വെച്ചാൽ ഉണ്ണികളെ പോലെ വന്നു കൂടിയ ആൾക്കാരൊക്കെ കൂടിയിട്ട് ചെയ്തു. അമ്മയെ ഇങ്ങനെ ഇരുത്തിയാൽ പറ്റില്ല, നമുക്ക് എത്രയും പെട്ടെന്നൊരു സ്ഥാനത്ത് ആക്കണം ഒരു ദേവാലയം. ക്ഷേത്രം വേണ്ട. ക്ഷേത്രം എന്ന് പറയണത് ക്ഷണനേരത്തിന് അവർ അവിടെ വിഗ്രഹത്തിലേക്ക് ആനയിക്കുന്ന സമയത്ത് ഓടിയെത്തുക, കാര്യങ്ങൾ നടത്തുക, അത് കഴിഞ്ഞ് ശക്തി പിൻവലിയാന്നല്ലേ. അപ്പോൾ ദേവാലയമാണ്. ദേവൻ്റെയോ ദേവിയുടെയോ വാസഗേഹമാണല്ലോ ആലയം എന്ന് പറഞ്ഞാൽ. ആലയം നമ്മൾ വീട് തന്നെയല്ല ആലയം എന്നല്ലേ പറയാം. അപ്പോൾ അവിടെ സ്ഥിരമായിട്ട് നമുക്ക് ആർക്ക് വേണേലും എപ്പോൾ വേണേലും വരാം, അമ്മയെ കാണാം, അവരുടെ ദുഃഖങ്ങൾ പങ്കുവയ്ക്കാം, വേദനകൾ മാറ്റിയെടുക്കാം. അപ്പോൾ കുടുംബസമേതമാണ് വന്നുകൊണ്ടിരുന്നത് അവിടെ. അപ്പോൾ ഒരു ശ്രീകോവിലെന്ന് പറഞ്ഞാൽ ഇടുങ്ങിയ ശ്രീകോവിലൊന്നുമല്ല, വളരെ വിശാലമായ ശ്രീകോവിൽ, എവിടെ നിന്നാലും കാണാൻ പറ്റുന്നത് ശ്രീകോവിൽ. നടപ്പന്തലും വളരെ വലുതായിരുന്നു. പിന്നെ യാഗശാല, ഊട്ടുപുര, ഇത്രയും തന്നെയായിരുന്നു അതിൻ്റെ പ്രധാനത. അപ്പോൾ എവിടെ ഇരുന്നാലും അവർക്ക് അമ്മയെ കാണാം. അമ്മയിൽ ഒരു പീഠമുണ്ട്. പിന്നീട് എന്തുകൊണ്ടാണ് ആ ക്ഷേത്രം വേണ്ട? അത് മോനെ പോലെ ഒരു ഉണ്ണിയാണ്. അത് ആ സ്ഥലം 13.5 സെൻറ്റ് സ്ഥലമാണ്. അത് ആറ്റിൻ്റെ തീരത്താണ്, കരമന ആറ്റിൻ്റെ തീരത്ത്, മരുതൂർ കടവ് എന്ന് പറഞ്ഞാൽ ആ കടവിൻ്റെ പ്രദേശം. അത് അവർ അമ്മയ്ക്കായിട്ട് ക്ഷേത്രം വെച്ച് തന്നു. പക്ഷേ എൻ്റെ പേരിൽ എഴുതിക്കാനൊന്നും സമ്മതിച്ചില്ല. കാരണം ഒരു ഇടത്താവളം പോലെ അവിടെ കുറച്ച് സമയം ഇരിക്കുകയുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അമ്മ നേരത്തെ പറഞ്ഞു. എല്ലാ കാര്യവും നേരത്തെ പറഞ്ഞിട്ടേ ചെയ്യുള്ളൂ.
ഇന്ന സമയത്ത് എന്ന് പറഞ്ഞിട്ട് ആ സമയമാകുമ്പോൾ അവർക്ക് കാണിച്ചു കൊടുക്കും, അല്ലെങ്കിൽ അവർക്കത് ചെയ്തു കൊടുക്കും. അവരെവിടെ ഇരുന്ന് വിളിച്ചാലും അവിടെ സ്പോട്ടിൽ അവിടെ എത്തും. അതായത് സെക്കൻഡുകളൊന്നും വേണ്ട നമുക്ക് സഞ്ചരിക്കാൻ. ഇടിമിന്നലിന് സെക്കൻഡുകളുടെ ആവശ്യമുണ്ടോ? ഇല്ല. അത്രയും വേഗമാണ്. വായുവാതീത വേഗം, പ്രകാശ അതീത വേഗം എന്നൊക്കെ പറയുമല്ലോ. ആ വേഗത്തിൽ സഞ്ചരിക്കാൻ കഴിയുന്നതുകൊണ്ട് അവരുടെ അടുത്ത് വിളിപ്പുറത്തുനിന്ന് നമ്മൾ പറഞ്ഞ് കേട്ടിട്ടില്ലേ? അതെ, വിളിച്ചു തീരുന്നതിന് മുന്നേ അവിടെ എത്തുന്നതാണ് വിളിപ്പുറത്തുനിന്ന്. അപ്പോൾ അവരെല്ലാവരും അവിടെ വരിക, കുടുംബത്തോടു കൂടി. കുഞ്ഞു മക്കൾ വരെയും തട്ടങ്ങളിൽ അർച്ചനയ്ക്കുള്ള സാധനങ്ങൾ ചെയ്ത് യാഗത്തിൽ അഭിഷേകം ചെയ്യും. അപ്പോൾ ആ യാഗം ഒരാഴ്ചയിലൊരു യാഗം ചെയ്ത് ഒരാഴ്ചയോളം കഴിയുന്ന ആൾക്കാർ ഇന്ന് പറഞ്ഞതാണ്, അമ്മ ഞങ്ങൾ കുറച്ച് പേര് വന്നിട്ട് ഞങ്ങളുടെ അനുഭവങ്ങൾ പങ്കുവയ്ക്കാം. അപ്പോൾ വേണ്ട, നമുക്കങ്ങനെ വേണ്ടല്ലോ, ഒരു സാക്ഷിമൊഴിയൊന്നും നമുക്ക് ആവശ്യമില്ല. ഉള്ളത് പോലെ പറയുന്ന അനുഭവങ്ങൾ പങ്കുവയ്ക്കാനാണെങ്കിൽ ഒരുപാട് പേരുണ്ട്. പലരും സമൂഹത്തിന്റെ ഉന്നത നിലകളിൽ നിൽക്കുന്ന ആളുകളാണ്. എല്ലാവരും ഉണ്ട് മോനെ. അത് പറഞ്ഞു കഴിഞ്ഞാൽ അതൊന്നും നമുക്കിത് നിങ്ങളുടെ എപ്പിസോഡുകളൊന്നും തീരാത്ത അവസ്ഥയാണ്. അവരൊക്കെ ഒരുങ്ങി വന്ന. അപ്പം വേണ്ട, തൽക്കാലം ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ഇറങ്ങാൻ താല്പര്യമില്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ സോഷ്യൽ മീഡിയ മുഴുവൻ ഭരിക്കുന്നത് മനുഷ്യരെ സോഷ്യൽ മീഡിയ ഭരിക്കുക. നിസ്സാര കാര്യം നോക്കിക്കോളൂ. ഈ ഇടയ്ക്ക് ടീച്ചർ എനിക്കൊന്ന് കാണിച്ചു തന്നു. ദൈവികമായ കാര്യങ്ങൾ കേൾക്കാനോ അല്ലെങ്കിൽ അത് കൂടുതൽ പേരിലേക്ക് ഈ ഷെയറിങ് ഉണ്ടല്ലോ. ഇപ്പോൾ പണ്ടൊക്കെ ഷെയറിങ് എന്ന് പറയുന്നത് ഇപ്പോൾ ഭാഗം വയ്ക്കലാണ്, ആഹാരം വരെ ഭാഗം വയ്ക്കലാണ് അന്നത്തെ ഷെയറിങ്. ഇപ്പോൾ ഷെയറിങ് എല്ലാം ഇതിലാണ് ഷെയറിങ്. അപ്പോൾ ആ ഷെയറിങ് പോകുന്നതൊക്കെ നോക്കുമ്പോൾ ഒരു സ്ത്രീയെ സംബന്ധിച്ച് നല്ല ശുദ്ധമായ ഒരു ഇപ്പോൾ ഉദാഹരണം ഒരു ദേവീഭാവമാണ് നിങ്ങളുടെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു എന്ന് വിചാരിക്കുക. എല്ലാവർക്കും കാണാൻ സാധിക്കുന്നുണ്ട്. ക്യാമറ കണ്ണിന് മാത്രമല്ല, എല്ലാവരുടെയും നഗ്നനേത്രങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. പബ്ലിക്കിലൊരു ദേവി നിൽക്കുകയാണ്. പക്ഷെ ആരും ശ്രദ്ധിക്കില്ല, വേണ്ടിയില്ല. അതേസമയം ഒരു സ്ത്രീ നഗ്നയായിട്ട് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ പറയുന്ന രീതിയിൽ ഇപ്പോൾ ഉടനെ പറയും, എന്താ പറയുക, വൈറലായി എന്ന് പറയും അല്ലേ? ലോകം മുഴുവനും ആ ഒരു സെക്കൻഡ് കൊണ്ട് കോടിക്കണക്കിന് മനുഷ്യർ കാണും. അതാ ഇന്നത്തെ സോഷ്യൽ മീഡിയയുടെ ഒരു പോക്ക്. എല്ലാ മനുഷ്യരെയും ഇപ്പോൾ ഭരിക്കുന്നത് അവനവൻ്റെ തലച്ചോറല്ല, ഗൂഗിൾ എന്ന തലച്ചോറാണ്. അത് എത്ര കാലം മുന്നോട്ട് പോകും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുവിധപ്പെട്ട മനുഷ്യരെയൊക്കെ ഭ്രാന്താക്കിക്കൊണ്ടിരിക്കുക. എൻ്റെ പൊന്നുണ്ണി, പറയാൻ ഇവിടെ വന്നിരിക്കുന്ന മഹാമാന്ത്രികന്മാർ വരെ ഓടി നടന്ന് 10ഉം 15ഉം ദീക്ഷകൾ വാങ്ങിയവരുണ്ട്. കയ്യിൽ നിന്ന പണം, വസ്തുവകകൾ വിറ്റ് വരെ ദീക്ഷ വാങ്ങാൻ കൊടുത്തിട്ട് അവസാനം ഒരു സഹോദരനും സഹോദരിയും 10 ലക്ഷം രൂപയാണ് സ്വന്തം വീട് മാതാപിതാക്കൾ അറിയാതെ പണയപ്പെടുത്തിയിട്ട് 10 ലക്ഷം രൂപ കൊടുത്ത് കുണ്ടലിനി ഉണർത്താൻ പോയി. കുണ്ടലിനി ഉണർത്താൻ 10 ലക്ഷം രൂപ, 5 10 ലക്ഷം രൂപ. എന്നിട്ട് ഇവിടെ കൊണ്ടുവന്നു. ആ 2 കുട്ടികൾക്കും ബോധം നശിച്ചു. കുണ്ടലിനി ഉണർത്താൻ പോയി ബോധം നശിച്ചു? അല്ല, കുണ്ടലിനി ഉണർത്താൻ പോയതേ ഉള്ളൂ. അതിന് കൊടുത്ത പണാണ്. ആ പണം പോയതോടുകൂടെ ഇവരുടെ ബോധം പോയി, ഇവരുടെ കുണ്ടലിനി മൊത്തം പോയി. ഇപ്പോൾ മാർക്കറ്റിംഗ് അതൊക്കെയാണല്ലോ. കുണ്ടലിനി ഉണർത്തുക എന്ന് പറഞ്ഞാൽ ഇവിടെ ഇങ്ങനെ അമർത്തി പിടിച്ചിട്ട് ടീച്ചർ എനിക്ക് കാണിച്ചു തന്നൊരു ഇവിടെ ഇങ്ങനെ അമർത്തി, ഇത് സകല ശരീരത്തിൻ്റെ എല്ലാ നാഡീവ്യൂഹത്തിൻ്റെയും കെട്ടാണ് ഇവിടെ അല്ലേ? എന്തുകൊണ്ടാണ് ഭഗവാന്റെ തൃക്കണ്ണും ദേവിയുടെ തൃക്കണ്ണും ഒക്കെ ഇവിടെ കാണുന്നത്? നമ്മൾ കണ്ണിനുള്ളിൽ കുത്തിയാൽ ആ കണ്ണ് പൊട്ടിപ്പോകും അല്ലേ? അപ്പോൾ ഇപ്പോൾ എന്താ ചെയ്യണേ? ഇവിടെ ഇങ്ങനെ അമർത്തി അങ്ങോട്ട് പിടിക്കുമ്പോൾ ആൾക്കാർ മൊത്തം ഇങ്ങനെ കിടന്ന് തുള്ളിച്ചാടുക. കാരണം അവരുടെ ശരീരത്തിൻ്റെ നാഡീവ്യൂഹം മുഴുവനും ഇളകിയിട്ട് അവർക്ക് ആ ശരീരത്തിന് താങ്ങാൻ പറ്റാതെ ആവും അല്ലേ? അപ്പോൾ എന്താണ് സംഭവിക്കുക? ഭ്രാന്തിലേക്ക് പണവും കൊടുത്ത് ഭ്രാന്തം വാങ്ങിയിട്ട് വരികയാണ് ഒട്ടുമുക്കാൽ പേരും. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സംഗതി എന്ന് വെച്ചാൽ ഒരു ഹീലർ സ്ത്രീയാണ്, മറ്റൊരു മതത്തിൽപ്പെട്ട ആളാണ്. ഒത്തിരി പേരെ ഹീൽ ചെയ്യിച്ചിട്ടുണ്ട്. പക്ഷെ എനിക്കിപ്പോൾ ചെവി രണ്ടും കേൾക്കില്ല. അമ്മ എനിക്കൊന്ന് ചെവി തുറന്നു തരണം. അത് ഒരുപാട് പേരെ ഹീൽ ചെയ്ത് അവസാനം ഹീലറുടെ ചെവി അടിച്ചു. എനിക്ക് എൻ്റെ ചെവി ഒന്ന്. അപ്പോൾ വേറെ ഒരു മരുന്നുമില്ല, നല്ലൊരു കണ്ണിച്ചുരുളി മേടിച്ചിട്ട് വരാൻ പറഞ്ഞു. തനിക്ക് പറ്റാത്ത ജോലി ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഒരു അമ്മ കുഞ്ഞിനെ എന്താ ചെയ്യേണ്ടത്? 2 കല്ല് വെച്ച് കൊടുക്കണം അല്ലേ? അമ്മ എന്നിട്ട് അടിച്ചൊന്നുമില്ല, ചുരുളി മേടിച്ചിട്ട് വരാൻ പറഞ്ഞ് അവർ ആ വഴിക്ക് ഓടിപ്പോയി എന്ന് പറഞ്ഞ പോലത്തെ കഥകളാണ് അമ്പലങ്ങളെ. പിന്നെ എൻ്റെ അടുത്ത് ഇപ്പോൾ വരുന്നത് അധികവും
അമ്പലങ്ങളായിട്ടുള്ളവർ ശക്തിയെ പല രീതിയിൽ, അതായത് മാന്ത്രികമായ രീതിയിലും ഒക്കെ ബ്രാഹ്മണിക്കൽ രീതിയിലും ഒക്കെ ചെയ്ത് വന്നപ്പോഴത്തേക്കും ശക്തി പിന്നെ ഒന്നും പ്രവർത്തിക്കുന്നില്ല. അപ്പോൾ ആ ശക്തി എവിടെ പോയി, എന്ത് ചെയ്തു, ഏത് ചെയ്തു എന്നറിയാം. അങ്ങനെ പിന്നെ കുലാചാരങ്ങൾ ആദ്യം മുതൽ വെച്ച് കഴിച്ചത് ആരാണെന്ന് എന്താണെന്നും പൂർവികർ പറഞ്ഞു കൊടുക്കാത്തതിൻ്റെ പേരിൽ ഇവരെന്താണ് എവിടെയാണ് എന്നൊന്നും അറിയാതെ, അപ്പോൾ കുടുംബങ്ങളെല്ലാം ഛിന്ന ഭിന്നമായി നാല് വശത്തുമൊക്കെ പോയി. അണുകുടുംബങ്ങളായെങ്കിലും അവർക്ക് അനുഭവിക്കേണ്ടതൊക്കെ അനുഭവിക്കും. കാരണം ഈ കുലം എന്ന് പറയുന്നത് തന്നെ വേരിൽ നിന്നാണല്ലോ വരിക. ഇപ്പോൾ ഇപ്പോഴത്തെ ഭാഷയത്തിൽ പറയുകയാണെങ്കിൽ DNA എന്ന് പറഞ്ഞാലേ എല്ലാവർക്കും മനസ്സിലാവുള്ളൂ അല്ലേ. DNA തപ്പിപ്പോണം എന്ന് പറയും. അങ്ങനെ പറയുന്നവർക്കാണ് ബുദ്ധിയും വിവരം ഉള്ളൂ, അല്ലെങ്കിൽ ബ്രഹ്മജ്ഞാനം ഉള്ളൂ എന്നൊക്കെയാണ് ധാരണ. ആരെയും അധിക്ഷേപിക്കാൻ പറഞ്ഞതല്ല, അമ്മയ്ക്കൊരു തമാശയായി തോന്നിയത് കൊണ്ട് പറയുകയാണ്. ഭയങ്കര ബ്രഹ്മജ്ഞാനികളൊക്കെ ഇവിടെ കിടന്ന് ഇങ്ങനെ തലകുത്തി മറിയാണ്. അവരോട് എനിക്കൊരു അപേക്ഷയാണ് എൻ്റെ. കാരണം ഈ പ്രകൃതി ഇങ്ങനെ വയലൻ്റ് ആകുമ്പോഴോ അവരോടൊന്ന് പറയാം അല്ലേ, പ്രകൃതിയോടൊന്ന് പറയാം, എന്താ ഒന്ന് ശാന്തമാകൂ എന്ന് പറയാം. പറഞ്ഞാൽ കേൾക്കില്ലേ? കേൾക്കും.